സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. സെമിയിൽ പഞ്ചാബിനെ 4 ഗോളിന് തകർത്തു. സർവീസസ് ആണ് ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ കേരളത്തിന്റെ 17ാം ഫൈനൽ അല്ലേ? കേരളത്തിന് അങ്ങനെ 17ാം ഫൈനലിലേക്ക് അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നേറിയിരിക്കുകയാണ് കേരളം. അതും ഒരു തകർപ്പൻ ജയത്തോടു കൂടി പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിനാണ് കേരളം തകർത്തത്. ആദ്യ പകുതിയിൽ തന്നെ കേരളം ഏതാണ്ട് ഫൈനൽ ഉറപ്പിച്ചുള്ള ഒരു പ്രകടനമായിരുന്നു. 3 ഗോൾ നേടി. അതിനുശേഷം 84ാം മിനിറ്റിൽ 1 ഗോൾ കൂടി നേടി. അങ്ങനെ 4-0 കൂടിയാണ് കേരളം ഫൈനലിന് ഇറങ്ങുന്നത്. 8ാം കിരീടമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇത് കേരളത്തിന്റെ 17ാം ഫൈനൽ. 9 തവണ റണ്ണേഴ്സപ്പായ കേരളം 8ാം കിരീടത്തിലേക്ക് ഇനി ഒറ്റ ജയം മാത്രമാണ് അകലെ. മത്സരത്തിലുടനീളം കേരളത്തിന് തന്നെയായിരുന്നു ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ഒടുവിൽ 16ാം മിനിറ്റിൽ കേരളത്തിന്റെ ഇതുവരെയുള്ള ടോപ്പ് സ്കോറർ അല്ലെങ്കിൽ ടൂർണമെന്റിലെ തന്നെ ഗോൾ വേട്ടക്കാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള മുഹമ്മദ് അഫ്സൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരം 16ാം മിനിറ്റിൽ തന്നെ ടീമിനെ മുന്നിലെത്തിച്ചു. പിന്നീട് മുഹമ്മദ് റിയാസ് 1 ഗോൾ നേടി. ഒടുവിൽ ആദ്യ പകുതി തീരുന്നതിന് തൊട്ടു മുമ്പാണ് എം വിഘ്നേഷ് 3ാം ഗോൾ നേടി. ആദ്യ പകുതിയിൽ തന്നെ കേരളത്തിന് ഏറെക്കുറെ ഫൈനൽ ഉറപ്പിച്ച ഒരു പ്രകടനമാണ്. 2ാം പകുതിയിൽ കേരളം വീണ്ടും ആക്രമിച്ചു കളിച്ചെങ്കിൽ പോലും ഗോൾ അധികം വന്നില്ല എന്ന് മാത്രം. പക്ഷേ 84ാം മിനിറ്റിൽ കേരളത്തിന്റെ മുഹമ്മദ് റിയാസ് ഒരിക്കൽ കൂടി ഗോൾ നേടിയോടുകൂടി അങ്ങനെ 4-0 തകർപ്പൻ ജയം കേരളത്തിന് നേടാനായി. റെയിൽവേസിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചെത്തുന്ന സർവീസസ് ആണ് കേരളത്തിന്റെ ഫൈനൽ എതിരാളികൾ. നേരത്തെയും കേരളവും സർവീസസും തമ്മിലുള്ള വലിയൊരു വൈര്യവും അല്ലെങ്കിൽ അങ്ങനെ പല കുറി ഏറ്റുമുട്ടിയുള്ള ടീമുകളാണ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു ഫൈനൽ തന്നെ നമുക്ക് ഞായറാഴ്ച പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ കേരളം ഫൈനലിൽ ബംഗാളിനോട് വീണതാണ്. കഴിഞ്ഞ തവണ അങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ കിരീടം അത് ഇത്തവണ എന്തായാലും കേരളം നേടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ടൂർണമെന്റിൽ ഒറ്റ തോൽവി മാത്രമാണ് കേരളം നേരിട്ടത്. പക്ഷേ സെമിയിലേക്ക് വന്നപ്പോഴും ക്വാർട്ടറിൽ വന്നപ്പോഴൊക്കെ തന്നെ കേരളം വലിയ രീതിയിൽ ഗോളടിച്ചു കൂട്ടുകയും കേരളം വലിയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രകടനം ഫൈനലിൽ കൂടി ആവർത്തിച്ച് സർവീസസിനെ, അതും കരുത്തരായ ടീമാണ്, പക്ഷെ അവർക്കെതിരെ കളിച്ചു മുന്നേറി ജയിച്ചു കയറി കപ്പടിക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കേരളത്തിന്റെ ആ വലിയ സന്തോഷത്തിന്, 8ാം കിരീടത്തിന് ഇനി ഒറ്റ ജയം മാത്രമാണ് വേണ്ടത്. തീർച്ചയായും അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.